കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചു. ഇന്നലെ മക്കയിലെത്തിയ ആദ്യ സംഘത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഈ മാസം 19 അവസാനിക്കും. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഇന്നലെയാണ് ആരംഭിച്ചത്. അക്കാസ എയറിലെത്തിയ ആദ്യ സംഘത്തിൽ 145ഓളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ബസ് മാർഗം നേരെ മക്കയിലെത്തിയ തീർത്ഥാടകർക്ക് ഹൃദ്യമായ വരവേൽപ്പ് ലഭിച്ചു. മക്ക KMCCയുടെ നേതൃത്വത്തിൽ നിരവധി മലയാളി സന്നദ്ധ പ്രവർത്തകർ തീർത്ഥാടകരെ സ്വീകരിച്ചു. വളരെ റാഹത്തായി ഞങ്ങൾ ഇവിടെ ഹോട്ടലിലെത്തി. 1602 ഞങ്ങളെ ഹോട്ടല് എത്തിയ ഉടനെ തന്നെ KMCCയുടെ പ്രവർത്തകർ ഞങ്ങൾ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് അവരുടെ സ്വീകരണം വളരെ ഊഷ്മളമായിരുന്നു തന്നെ പറയാൻ പറ്റും. അതേപോലെ നിന്നിരിക്കുന്ന വെള്ളമെല്ലാം കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഒന്നുകൂടി ഫ്രഷായി ഇനി വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന ബസ്സിൽ ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. മെയ് 17 വരെയാണ് കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ്. കണ്ണൂരിൽ നിന്നുള്ള വിമാന സർവീസ് ഇന്നലെ അവസാനിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 19 വരെ ഉണ്ടാകും. ഇന്ത്യയിൽ നിന്നും സർക്കാർ സ്വകാര്യ ഗ്രൂപ്പുകളിലായി 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം ഇന്നലെ വരെ എത്തിയത് 96,726 തീർത്ഥാടകരാണ്. ഇതിൽ 96,293 തീർത്ഥാടകരും ഇപ്പോഴുള്ളത് മക്കയിലാണ്. 422 തീർത്ഥാടകരാണ് മദീനയിലുള്ളത്. എന്നാൽ സ്വകാര്യ ഗ്രൂപ്പുകളിലെ മലയാളി തീർത്ഥാടകരിൽ കൂടുതലും ഉള്ളത് ഇപ്പോൾ മദീനയിലാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.